ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പോൾ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശരത്ത് ആൻ്റണിയെക്കുറിച്ചുള്ള സത്യാവസ്ഥകളെല്ലാം അറിഞ്ഞിരിക്കുകയാണല്ലേ. അങ്ങനെ തൻ്റെ ഉള്ളിലെ തെറ്റുകളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമ പറയുന്നത് രേവതിയോട് മാത്രമല്ല, സച്ചിയോട് താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ മനസ്സറിഞ്ഞ് തന്നെ രേവതിയോടായിട്ട് തുറന്ന് സമ്മതിക്കുന്നുണ്ടല്ലേ ശരത്ത്. അതെല്ലാം മാറി എന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് സച്ചി. ഇത് കേൾക്കുമ്പോൾ സച്ചിക്കും ഭയങ്കര സന്തോഷമാവുണ്ട്. സച്ചിക്ക് മാത്രമല്ല, രേവതിക്കും ലക്ഷ്മിക്കും ദേവുക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ ഒരു സമയത്ത്, അതായത് ശരത്ത് ആൻ്റണിയെ പോയി കാണുന്ന സമയത്ത് ആൻ്റണി തൻ്റെ ഭാഗം ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ശരത്ത് പറയുന്നുണ്ട്, ഇത് നിങ്ങളെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. എൻ്റെ അമ്മയ്ക്ക് തുല്യം കാണുന്ന എൻ്റെ ചേച്ചിയാണ് നിങ്ങൾ ഉപദ്രവിച്ചിരിക്കുന്നത്. എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെ തിരിച്ച് വിളിക്കാൻ ശ്രമിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞ് ആൻ്റണി ദേഷ്യപ്പെട്ടാണ് ശരത്ത് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ആൻ്റണിയുടെ കൂട്ടുകാരിൽ പറയുന്നുണ്ടല്ലേ, ശരത്തിന് അവൻ പോയല്ലോ, അവൻ എന്ത് അഹങ്കാരത്തോടുകൂടി സംസാരിച്ചത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൻ്റണി പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. അവൻ പോവുകയാണെങ്കിൽ പോട്ടെ, അവൻ ഈ പറഞ്ഞതിനെല്ലാം തന്നെ അവന് തിരിച്ചടി കിട്ടാൻ പോകുന്നുള്ള ആൻ്റണി ആരാണെന്ന് അവൻ അറിയുക തന്നെ ചെയ്യുമെന്നൊക്കെയാണ് തൻ്റെ കൂട്ടാളികളോടായിട്ട് ആൻ്റണി പറയുന്നുണ്ട്. അതേ രീതിക്ക് തന്നെ ആൻ്റണി ശരത്തിനായിട്ട് നല്ല രീതിയിൽ തന്നെ തിരിച്ചു നടക്കുന്നുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, ആൻ്റണിയെ കാണാനായിട്ട് ശ്രുതി വരുന്നുണ്ട്. ശ്രുതി ഒരു ഹെൽപ്പ് ചോദിച്ചു വരുന്നതാണ്. ആ ഒരു സമയത്ത് ആൻ്റണി തിരികെ ചോദിക്കുന്ന ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തനിക്ക് നിന്റെ ബന്ധുവല്ലേ സച്ചി എന്ന് ചോദിക്കുമ്പോൾ അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ശരത്ത് മുഖേന എനിക്കറിയാം ആ ഒരു കാര്യം, അതുകൊണ്ട് തന്നെ നിന്റെ വലിയൊരു ഹെൽപ്പ് എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്താണെന്ന് ശ്രുതി ചോദിക്കുന്നത്. ആ ഒരു സമയത്താണ് ആൻ്റണി തുറന്നു പറയുന്നത്, കുറച്ച് നാളുകൾക്ക് മുന്നേ നിന്റെ അമ്മായിയമ്മയുടെ പണം നഷ്ടപ്പെട്ടിരുന്നില്ല, അത് മോഷ്ടിച്ച് ആരാണ് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്ന നേരത്ത് ആരാണെന്ന് നമ്മുടെ ശ്രുതി വളരെയധികം ആകാംക്ഷയോട് കൂടി തന്നെ ചോദിക്കേണ്ടത്. അത് മറ്റാരുമല്ല, ശരത്താണെന്നുള്ള കാര്യം ആൻ്റണി പറഞ്ഞ സമയത്ത് നമ്മുടെ ശ്രുതിക്ക് ഒരു കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു സ്വർണ്ണ കൊടുക്ക പോലെ. കാരണം സച്ചിക്കെട്ടും രേവതിക്കെട്ടും തിരിച്ചടിക്കാൻ കിട്ടിയിരിക്കുന്ന നല്ലൊരു ബോംബ് തന്നെയാണ് നമ്മുടെ ശ്രുതിയെ കിട്ടിയിരിക്കുന്നത്. ആ ഒരു സന്തോഷത്തിലാണ് ശ്രുതി ഉള്ളത് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ശ്രുതി ഇത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിലും ആന്റണി പറയുന്നുണ്ട്, ഇതിന് പറ്റിയൊരു തെളിവുണ്ട്, ആ തെളിവ് നിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്, ആ ഒരു തെളിവ് എനിക്ക് വേണമെന്ന് പറയുമ്പോൾ അത് നിനക്ക് എന്തിനാണെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ആന്റണി പറയാൻ, നിനക്ക് ചെയ്തു തരുന്ന ഓരോ കാര്യത്തിനും ഞാൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ ചോദിച്ചില്ല. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്ന ഈ ഒരു കാര്യം എന്തിനാണെന്ന് നീ എന്നോട് തിരിച്ച് ചോദിക്കുകയും ചെയ്യരുത്. എനിക്ക് ഒരു കാര്യം നീ ചെയ്തു തരികയാണ്, അതിന് തക്കതായ പ്രതിഫലം നിനക്ക് ലഭിച്ചിരിക്കുമെന്നൊക്കെ ആന്റണി പറയുമ്പോഴത്തേക്കും എനിക്ക് വലിയൊരു അവസരമായി തന്നെ ശ്രുതി ഇത് കാണേണ്ട. കാരണം ആന്റണിയെ സഹായിക്കുന്ന വലിയൊരു ഓഫറാണ് തനിക്ക് കിട്ടാൻ പോകുന്നത്. അതിലുപരി തൻ്റെ ശത്രുക്കളെ അടിച്ചിരുത്താൻ പറ്റിയ ഒരു ബോംബാണ് തൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ശ്രുതി ഇത് നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുന്നുണ്ട്. ആ ഒരു സമയം തന്നെ ആന്റണി പറയുകയാണ്, ഇതിനുള്ള തെളിവുകളെല്ലാം തന്നെ നിൻ്റെ വീട്ടിൽ സച്ചിയുടെ ഫോണിലുണ്ട്, അത് നീ എങ്ങനെ കണ്ടെത്തി എനിക്ക് എത്തിച്ചു തരണമെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി അത് സമ്മതിച്ച് തന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഭാഗമാണ് നമുക്ക് വരാനിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.